ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കറി മസാല പൗഡർ ഉണ്ടാക്കാനാണ്. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെൻ്റെ ആവശ്യത്തിന് ചെയ്തതാണ്. ഇതിപ്പോഴും ഞാനൊരു 4 പേർക്ക് കൊടുക്കാനും വേണ്ടി ചെയ്യുന്നതാണ്. അവർ എൻ്റെ കയ്യിലാണ് ഈ മുളക് പൗഡറും മല്ലി പൗഡറും ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഗ്രാമ്പു ചേർക്കണം, കുരുമുളക് ചേർക്കണം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഗ്രാമ്പും കുരുമുളകും ചേർക്കാതെയാണ് പൊടിച്ചു വയ്ക്കുന്നത്. എനിക്ക് ഗ്രാമ്പ് ഇറച്ചിയോട് ചേർക്കുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. കുരുമുളക് എല്ലാ മീറ്റിനും ഞാൻ ചേർക്കാറില്ല. ബീഫ് വയ്ക്കുമ്പോൾ കുരുമുളക് ചേർക്കാറുണ്ട്. അത് ഞാൻ പ്രത്യേകം പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇന്ന് പൊടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 750 ഗ്രാം പെരുംജീരകം എടുത്തിട്ടുണ്ട്. 750 ഗ്രാം പെരുംജീരകം അത് കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 75 ഗ്രാം ഏലക്ക ഇത് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കോലും 75 ഗ്രാം എടുത്തിട്ടുണ്ട്. തക്കോല എടുത്തിട്ടുണ്ട്. ഇത് ജാതിപത്രിയാണ്. ജാതിപത്രി ഇതിപ്പോൾ 50 ഗ്രാം ജാതിപത്രി എടുത്തിട്ടുണ്ട്. ജാതിപത്രിക്കൊക്കെ നല്ല വിലയാണ്. 2 ജാതിക്ക ചേർക്കുന്നുണ്ട്. കുരുമുളക് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാമ്പു 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. 50 ഗ്രാം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രത്യേകം കഴുകി ഉണക്കാനും വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. ചുരുള് പട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ചുരുള് പട്ട 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇടനയില ഇത് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ച് ഞങ്ങൾ കഴുകി ഉണക്കി വെച്ചേക്കുന്നു. ഉണക്ക തന്നെയാണ് വാങ്ങിയത്. എന്നിരുന്നാലും കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി എടുത്ത് അത് ഞാൻ എത്രയാണ് എന്നെനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഞാനിവിടെ ഇരുന്നതിന് കുറച്ച് ഇല എടുത്തന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 ഗ്രാം ഇലയോളം എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ എത്ര എടുക്കണമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഈ ഇലയുടെ അളവ് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇലകൾ എടുത്തിരിക്കുന്നത്. ശരി, ഇത് ഇത്രയും കഴുകി ഉണക്കാം. നമ്മുടെ പെരുംജീരകം കഴുകി ഉണക്കിയ പെരുംജീരകം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് വറുത്ത് കോരാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ വലിയ ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ പെരുംജീരകം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന കേട്ടോ. ഇതുപോലെ ഒരു മുറത്തിൽ പേപ്പർ ഇട്ടേച്ച് അതിലോട്ട് മാറ്റി ഒന്ന് നന്നായിട്ട് പരത്തി വെച്ചേക്കാം. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഈ സമയം നമ്മൾ എടുത്തിരിക്കുന്ന ചട്ടിയിലേക്ക് തക്കോലവും ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ തക്കോലവും വറുത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഈ പെരുംജീരകത്തിനോടൊപ്പം കോരിയിടുന്നുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റാണ് വറുക്കുന്നതെങ്കിലും ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഏലക്ക ഇട്ട് കൊടുത്തേക്കാം. കഴിഞ്ഞ തവണ ഞാൻ കറി മസാല എൻ്റെ ആവശ്യത്തിന് പൊടിച്ച സമയത്ത് ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അന്ന് ഞാൻ ചേർക്കാത്തതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അന്ന് ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല, ഗ്രാമ്പു ചേർത്തിട്ടില്ല. അപ്പോഴന്ന് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമ്പു ചേർക്കത്തില്ലേ, കുരുമുളക് ചേർക്കത്തില്ലേ എന്നുള്ളത്, പോയില്ലേ എന്നുള്ളത്. ഞാൻ എൻ്റെ അളവാണ് അത് കാണിച്ചത്. പിന്നെ ചിലർ കൂടുതലെടുക്കാം, കുറച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ. ഞാൻ കുരുമുളക് മട്ടന് ചേർക്കും, ചിക്കന് ചേർക്കും. ചിക്കന് ചേർക്കാറില്ല. മട്ടനും ബീഫിനും കുരുമുളക് ചേർക്കാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം കുരുമുളക് വറുത്ത് പൊടിച്ച് വെച്ചേക്കും. ആവശ്യത്തിന് ചേർക്കും. ചിക്കന് ഞാൻ കുരുമുളക് ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ ഒരു വീഡിയോ അങ്ങനെ ഇട്ടത്. ഇന്ന് അതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് എൻ്റെ 4 പാർട്ടി വന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഗ്രാമ്പൂ ഏലക്ക എല്ലാം ചേർത്ത് തന്നെ വേണം. അതിനായിട്ടാണ് ഞാനിതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത്.
ഏലക്ക നമ്മൾ തൊലിയോടുകൂടിയാണല്ലോ കറി മസാലയ്ക്ക് പൊടിക്കുന്നത്. അപ്പോഴും ഏലക്ക ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഏലക്കയിൽ ഒരുപാട് മരുന്ന് തളിച്ചാണ് അവർ ഏലകൃഷി ചെയ്യുന്നതെന്നാണ് എൻ്റെ വീട്ടിൽ PG ആയിട്ട് നിന്ന ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഏലകൃഷിയാണ് ഉള്ളത്. അപ്പോൾ സിസ്റ്റർ എനിക്ക് കൊണ്ടു തരുമായിരുന്നു ഏലക്ക. അപ്പോൾ പറയും, ചേച്ചി വൃത്തിയായിട്ട് കഴുകി കളയുക, അല്ലെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക, ഇങ്ങനെയാണ് പറയുന്നത്. ശരിക്കും മരുന്നൊക്കെ കൊടുത്താണ് ഈ ഏലം കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഏലക്ക എടുക്കുമ്പോൾ വൃത്തിയായിട്ട് ശരിക്കും വെള്ളത്തിൽ കഴുകി തന്നെ എടുക്കണം. ഏലക്കയും മൂത്തിട്ടുണ്ട്. ഏലക്കയും ഇതിലോട്ട് തട്ടുന്നുണ്ട്. ഈ ചട്ടിയിലേക്ക് എടുത്തിരിക്കുന്ന 2 ജാതിക്ക ചേർത്തിട്ടുണ്ട്. ഇതിന് മൂത്തതിന് ശേഷം പൊടിച്ച് ചേർക്കും. ഈ ജാതിക്ക ഒന്ന് ചൂടായി വന്നതിന് ശേഷം ജാതിക്കയോടൊപ്പം തന്നെ ജാതിപത്രിയും കൂടെ ചേർത്ത് വറുത്ത് കോരാം. ചേർക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോഴും 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളേ, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. ഇപ്പം ഞാൻ എടുത്ത അളവിനാണെങ്കിൽ ഇതിൽ 3-4 ജാതിക്ക വരെ ചേർക്കാവുന്നതാണ്. ജാതിക്ക ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത്. ജാതിക്ക വാങ്ങിച്ചിട്ടില്ലായിരുന്നു. കിടന്നത് 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ജാതിക്കയോടൊപ്പം ജാതിപത്രിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ പെരുംജീരകം, തക്കോലം, ജാതിപത്രി, ജാതിക്ക, ഏലക്ക ഇത് ഇത്രയും മൂപ്പിച്ചതാണ് ഒന്നിച്ചെടുത്ത് വെച്ചേക്കുന്നത്. ഈ സമയം ഞാൻ കുരുമുളക് വറുക്കാനായിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. 100 ഗ്രാം കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇരിക്കുന്ന ഇടന ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. കുരുമുളക് മാറ്റിയതിന് ശേഷം പട്ട തട്ടി കൊടുക്കുന്നു. പട്ടയും കൂടെ വറുത്ത് കോരിയെടുക്കാം. ഇത് ചുരുളുപട്ടയാണ്. ഇത് ചുരുളുപട്ടയോടൊപ്പം നമ്മുടെ വീട്ടിൽ നിന്ന ഒരു പട്ടയാണ്. ഇതിൻ്റെ തന്നെ വയണയാണ് കിട്ടുന്നത്. ഈ മരത്തിൻ്റെ വയണ എടുത്താണ് ഞങ്ങൾ ഇറച്ചിയിലൊക്കെ ചേർക്കുന്നത്. അതിൻ്റെ പട്ടയാണ്. ഇതും ചുരുളുപട്ട അല്ലാന്നേ ഉള്ളൂ, പട്ടയാണ് കിട്ടിയിരിക്കുന്നത്. അതും കൂടി ഞാൻ കുറച്ച് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയ പട്ടയോടൊപ്പം തന്നെ വീട്ടിന് കിട്ടിയ പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. അടുത്ത് ഗ്രാമ്പുവാണ് വറുക്കാൻ പോകുന്നത്. നമ്മൾ കറി മസാലയ്ക്ക് വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്നത് പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക്, തക്കോലം, ജാതിക്ക, ജാതിപത്രി, ഇടനയില, ഇത് ഇത്രയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി തണുത്തതിന് ശേഷം ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം കാറ്റ് കയറാത്ത ജാറിലോ ചെറിയ സ്റ്റീൽ അടപ്പുള്ള പാത്രങ്ങളിലോ എടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ എനിക്ക് എടുത്ത് വെക്കേണ്ടതല്ല, ഞാൻ ഉടനെ അങ്ങ് കൊടുത്ത് തീർക്കുന്നതാണ്. അപ്പോൾ ഇത് 4 പേർക്ക് വേണ്ടി വറുത്തതാണ് കേട്ടോ. വറുത്ത് വെച്ചതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ജാറിലോട്ട് മാറ്റി അത് പൊടിച്ചെടുക്കാം. രണ്ട് സ്റ്റെപ്പായിട്ടേ പൊടിക്കാൻ പറ്റത്തുള്ളൂ. വലിയ ജാറിലായിട്ടത്, എന്നിട്ട് 2 സ്റ്റെപ്പിനുണ്ട്. ഇതാ നമ്മുടെ കറി മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ചെറിയൊരു ചൂട് കാണുമല്ലോ, ആ ചൂട് തണുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇത് ഞാൻ ചോദിച്ച 4 വ്യക്തികൾക്കും കൊടുക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.